നമസ്കാരം. കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ ഉമാ തോമസ് MLA ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ്. പല മേഖലയിലും പരിപാടിയുടെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ നിർണായകമായ മറ്റൊരു വിവരം കൂടി പുറത്തു വരികയാണ്. കല്ലൂർ സ്റ്റേഡിയത്തിലെ മൃദംഗ മിഷന്റെ മെഗാ നൃത്ത പരിപാടിയിൽ ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി ഇപ്പോൾ കല്യാൺ സിൽക്സ് രംഗത്ത് എത്തിയിട്ടുണ്ട്. സംഘാടകരുമായി ഉണ്ടാക്കിയത് വാണിജ്യ ഇടപാട് മാത്രമാണ് എന്നും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നുമാണ് കല്യാൺ സിൽക്സിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. കല്യാണിന്റെ പേര് ചൂഷണത്തിന് ഉപയോഗിച്ചതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടാണ് ഇപ്പോൾ കല്യാൺ സിൽക്സ് ഒരു വാർത്താ കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. സംഭവം നടന്ന് 2 ദിവസം പിന്നിടുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്താ കുറിപ്പ് ഇറക്കി അവര് പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. മൃദംഗനാഥം സംഘാടകർ 12,500 സാരിക്കാണ് കല്യാൺ സിൽക്സിന് ഓർഡർ നൽകിയത് എന്നും പരിപാടിക്ക് വേണ്ടി മാത്രം കല്യാൺ സിൽക്സ് സാരി നിർമ്മിച്ച് നൽകുകയായിരുന്നു എന്നുമാണ് അവർ പറയുന്നത്. കല്യാൺ സിൽക്സ് ഇതിനായി 390 രൂപയാണ് ഈടാക്കിയത്. എന്നാൽ പിന്നീടാണ് ഈ സാരിക്ക് സംഘാടകർ 1,600 രൂപ ഈടാക്കി എന്ന് അറിയുന്നത് എന്നും വാർത്താക്കുറിപ്പിൽ സംഘാടകർ പറയുന്നു. കല്യാൺ സിൽക്സിൽ നിന്ന് 390 രൂപയ്ക്ക് വാങ്ങിയ സാരി 1,600 രൂപ വിലയിട്ടാണ് ഈ സംഘാടകർ നർത്തകർക്ക് നൽകിയത്. ഇതിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നു. അതേസമയം സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA ആരോഗ്യ നിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നാണ് മകനും ഡോക്ടറുമായ വിഷ്ണു അറിയിച്ചിരിക്കുന്നത്. അമ്മ എന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടു എന്നും ചിരിച്ചു എന്നും വിഷ്ണു പറഞ്ഞു. രാവിലെ പോയി കണ്ടപ്പോൾ കൈകാലുകൾ അനക്കി. ചോദ്യങ്ങളോട് ഉമാ തോമസ് പ്രതികരിച്ചു എന്നും അറിയിക്കുന്നു. കണ്ണുകൾ തുറക്കുകയും ചെയ്തു എന്നാണ് വിഷ്ണു പറയുന്നത്. ആദ്യം കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു, പിന്നെ കൈകൾ അനക്കാൻ പറഞ്ഞു, അപ്പോൾ കൈകൾ അനക്കി. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ അതും ചെയ്തു എന്നാണ് അറിയിക്കുന്നത്. പിന്നീട് ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ കൈ നീട്ടിയപ്പോൾ തിരിച്ച് മുറുകെ പിടിച്ചു. പറയുന്ന കാര്യങ്ങളോട് അമ്മ പ്രതികരിച്ചത് പ്രതീക്ഷ നൽകുന്നു എന്നാണ് വിഷ്ണു പ്രതികരിച്ചത്. അതേസമയം ഉമാ തോമസ് MLA ചോദ്യങ്ങളോട് പ്രതികരിച്ചുവെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ആശാവഹമായ പുരോഗതി ഉണ്ട് എന്നും റിനെ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ പറഞ്ഞു. ഉമാ തോമസിന്റെ ആരോഗ്യത്തിൽ ആശാവഹമായ പുരോഗതി ഉണ്ടെങ്കിലും വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോൾ ഉമാ തോമസ് കഴിയുന്നത്. എന്തായാലും കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്നാണ് ഈ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അതിലെ പാളിച്ചകളും ഒക്കെ അറിയാൻ കഴിയുന്നത്. ഈ നൃത്ത പരിപാടിയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പല നർത്തകരിൽ നിന്നും പല തുകകൾ സംഘാടകർ പിരിച്ചെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല സാരിയും നർത്തകർക്ക് നൽകിയ സാരിയിലടക്കം വലിയ രീതിയിലുള്ള പൈസയുടെ വ്യതിയാനമാണ് ഉണ്ടായിരിക്കുന്നത്. 390 രൂപയ്ക്ക് കല്യാൺ സിൽക്സ് നൽകിയ സാരി 1,600 രൂപയ്ക്കാണ് ഇത് നർത്തകർക്ക് ഈ സംഘാടകർ വിറ്റിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച തന്നെയാണ് ഈ പരിപാടിക്ക് സംഘാടകരുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്.